നമ്മുടെ ലൈഫിൽ എപ്പോഴും ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങൾ ഒരിക്കലും ഒഴിച്ചിടരുത്, അതായത് കാലിയാക്കി വെക്കരുത്. ഒന്നാമത്തതായിട്ട് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ₹1 ഒരു നാണയോ ഒരു ₹10 നോട്ടോ എപ്പോഴും മിനിമം നിങ്ങൾ വെച്ചേക്കണം. അത് അവിടെ നിന്ന് മാറ്റരുത്, എപ്പോഴും വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ധാന്യങ്ങൾ വെക്കുന്ന പാത്രം, പ്രത്യേകിച്ച് നിങ്ങളുടെ അരിയൊക്കെ വെക്കുന്ന പാത്രങ്ങൾ എപ്പോഴും നിറച്ചു വെച്ചില്ലെങ്കിൽ കൂടെ അത് കാലിയാക്കി വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എപ്പോഴും പറയും നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട്, അവിടെ മിനിമം ബാലൻസ് എന്ന സാധനം വേണം. നിങ്ങളുടെ മിക്കവരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കാണില്ലെന്ന് അറിയാം. പക്ഷെ ഇന്ന് മുതൽ തീരുമാനം എടുക്കുക, ഈ പ്രാവശ്യം സാലറി എന്റെ മിനിമം ബാലൻസ് 1000 2,000 അത് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ വീട്ടില് ഒരു ചില്ല് പാത്രം എടുക്കുക, അതിനകത്ത് നിറച്ച് നാണയങ്ങളും അല്ലെങ്കിൽ നോട്ട്സുകളും ഒക്കെ എപ്പോഴും ഇട്ടുക. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സമ്പന്നനാണ്, എനിക്ക് ധാരാളം പണം ഉണ്ടെന്ന് പറയുമ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന ആ ഒരു പാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു തട്ടം വെച്ച് പാത്രം വെച്ച് അതിൽ നിങ്ങൾക്ക് കോയിൻസ് ഇട്ട് വെക്കാം. അതുപോലെ നിങ്ങളുടെ കാശ് വെക്കുന്ന അലമാരയിൽ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സ്വർണ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധനമോ അല്ലെങ്കിൽ നാണയങ്ങളോ ഒക്കെ നിങ്ങൾ അവിടെ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ നിങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങിച്ച് നിറച്ചു വെക്കണം എന്നല്ല പറഞ്ഞ്, ഉള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് അത് എപ്പോഴും ഫില്ലായിട്ടിരിക്കണം. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ സമൃദ്ധി ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യണം. ഇത് നമുക്ക് തരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും.